മൂകാംബികെ, മോളെ, മൂകാംബികയെന്ന് കൊണ്ടുവന്ന അവിടുത്തെ കുങ്കുമപ്രസാദോ? അമ്മേ, എന്റെ ദേവി, ഇതെന്തു പറ്റി? ഇപ്പോഴേ മനസ്സിനാകെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ തോന്നുക. എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് ശാന്തമായതുപോലെ. എല്ലാം മൂകാംബികയുടെ അനുഗ്രഹം അമ്മേ. ഇനി നീ തന്നെ പോയി മകന് നിന്റെ കൈകൊണ്ട് ചായ ഉണ്ടാക്കി കൊടുക്ക. ആ, അതിനെന്താ? ഇവന് മാത്രമല്ല, അമ്മയ്ക്കും എല്ലാവർക്കും ഞാൻ ചായ എടുക്കാം. എന്റെ ദേവി, പണിക്കർ സാറ് പറഞ്ഞത് എന്ത് കൃത്യമായി. ആ ദുർമന്ത്രവാദം പിടിച്ച ചരട് അവളിൽ നിന്ന് പോയപ്പോ ആൾക്ക് വന്ന മാറ്റം കണ്ടില്ലേ? ഇനി മുന്നോട്ടും കുഴപ്പമില്ലാതെ പോയാൽ മതിയായിരുന്നു. ഇനി അങ്ങോട്ട് ഒരു കുഴപ്പം ഉണ്ടാവാതെ മൂകാംബിക അമ്മ നോക്കിക്കൊള്ളും. മോനെ, നീ സമാധാനിക്കേ. ശിവപ്രിയയുടെ കാര്യത്തിൽ ശുഭകരമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ? ശുഭാശുഭങ്ങൾ ആപേക്ഷികമാണെന്ന് അവിടത്തേക്കും അറിവുള്ളതാണല്ലോ. നമുക്ക് ശുഭകരമായി തോന്നുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ട്. മൃത്യുഞ്ജയനായ മഹാദേവന്റെ കാവൽ വലയത്തിലും തമോ ശക്തികൾ അവളുടെ ജീവഹാനിക്കായി പരിശ്രമിക്കുന്നുണ്ട് അല്ലേ? അവരുടെ പരിശ്രമങ്ങൾ എന്തു തന്നെയായാലും വിധി അനുവദിക്കുന്ന സമയം വരെ ആ ആയുസ് സുരക്ഷിതമായിരിക്കും. പക്ഷെ അതിനപ്പുറം നമുക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ലല്ലോ. വിധിവിഹിതം നടക്കേണ്ടത് തന്നെയാണ്. എങ്കിലും അചഞ്ചലമായ ഭക്തിക്ക് മുമ്പിൽ വിധി പോലും വഴിമാറിയ ചരിത്രമുണ്ടല്ലോ. മൃത്യുഞ്ജയ ഭക്തിയാൽ മരണത്തെ മറികടന്ന മാർക്കണ്ഡേയന്റെ കാര്യം തന്നെ ഉദാഹരണമല്ലേ? ശരിയാണ്. ഉപാധികളില്ലാത്ത സ്നേഹം കൊണ്ടും അചഞ്ചലമായ ഭക്തി കൊണ്ടും ചിലപ്പോ വിധിയെ തടുക്കാനോ മാറ്റാനോ കഴിഞ്ഞേക്കാം. പക്ഷേ എല്ലാ കാര്യത്തിലും എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. അറിയാം. എങ്കിലും ആ ബാലികയുടെ കാര്യത്തിൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നന്നായിരിക്കുമെന്നൊരു തോന്നൽ. ആ തോന്നൽ സത്യമായി ഭവിക്കട്ടെ എന്നാ എന്റെയും ആഗ്രഹം. പക്ഷേ ചില ആഗ്രഹങ്ങൾ പ്രാണനും പ്രാർത്ഥനയ്ക്കുമിടയിൽ ഉത്തരം കിട്ടാത്ത സമസ്യയായി അവശേഷിക്കും. ശിവഭക്തയായ ആ ബാലികയ്ക്ക് അഭയം ഭഗവാൻ തന്നെ ആവട്ടെ. വേദനകളെയും യാതനകളെയും പഞ്ചാക്ഷരി കൊണ്ട് മറികടക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും. മംഗളം ഭവിക്കട്ടെ. തഥാസ്തു. എന്തുപറ്റി ഘോര? ഘോരയെ നിഷ്പ്രഭനാക്കാൻ ദേവശക്തികൾ സന്ധിയായിരിക്കുകയാണ്. എന്നെ ദുർബലനാക്കാൻ ദേവഭാവവും ദേവീഭാവവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ്. ദേവശക്തികൾക്ക് മേൽ അതിശുദ്ധം പുലർത്താൻ എന്റെ ഉപാസനാമൂർത്തികൾ ഈ ഘോരയ്ക്ക് കരുത്തു പകരും. ഈ ദേവശക്തിയെ മറികടക്കാൻ എന്റെ പ്രാർത്ഥന കേൾക്കൂ, എന്റെ പൂർവിക ആത്മാക്കളെ. ഘോര കൊടുത്ത ശൂലം ആ ശിവരൂപത്തിന് മുമ്പിൽ വെക്കാൻ ആ നാഗപ്പന് ഇതുവരെ കഴിഞ്ഞില്ലേ? ആ വിഡ്ഢിക്ക് അതിതുവരെ കഴിഞ്ഞില്ല. അത് അവന്റെ കുഴപ്പമല്ല, അവനെ തടഞ്ഞു വച്ചിരിക്കുക. അവനോ? ആരുടെ കാര്യ ഘോര പറയുന്നേ? അയാളുടെ മോന്റെ കാര്യമാണോ? ആ ചെറുക്കനല്ല, അതല്ലാതെ അവിടെ ഒരു മായക്കാരനുണ്ട്. അവന്റെ കണ്ണിൽപ്പെടാതെ ആ ശൂലം അവിടെ നിക്ഷേപിക്കാനുള്ള കഴിവ് ആ നാഗപ്പനില്ല. എങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും മാർഗം നോക്കിയാലോ ഘോര?